ഇനി മുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ 4 സെറ്റിംഗ്സും കറക്റ്റായി തന്നെ കൊടുക്കുക. ഇത് നിങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങൾക്ക് നല്ല പണി തന്നെന്ന് വരാം. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴാണെങ്കിലും ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴാണെങ്കിലും അവിടെ അപ്ലോഡിങ്ങിൽ 4 ഇമ്പോർട്ടൻ്റ് ആയ സെറ്റിംഗ്സ് ഉണ്ട്. ഈ 4 സെറ്റിംഗ്സിലും പല പുതിയ ക്രിയേറ്റേഴ്സും പലപ്പോഴും തെറ്റ് ചെയ്യാറുണ്ട്. നിങ്ങളിൽ പലരുടെയും ചാനലിൽ ഞാനിത് ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നതും. അതുകൊണ്ട് നിങ്ങളൊരു പുതിയ ക്രിയേറ്റർ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. ഇനി മുതൽ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ 4 സെറ്റിംഗ്സും നിങ്ങൾ കറക്റ്റായി തന്നെ കൊടുക്കുക. അവിടെ നിങ്ങൾ തെറ്റുകൾ ചെയ്യാതിരിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വരുന്ന 4 ഇമ്പോർട്ടൻ്റ് സെറ്റിംഗ്സിൽ ആദ്യത്തെ സെറ്റിംഗ് എന്ന് പറയുന്നത് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറയുന്ന സെറ്റിംഗ്സ് ആണുള്ളത്. ഇവിടെ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് മെയ്ഡ് ഫോർ കിഡ്സ്, 2 നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്. ഇവിടെ നിങ്ങൾ ചെയ്തിരിക്കുന്ന വീഡിയോ അത് കുട്ടികളെ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ആണെങ്കിൽ, അതല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവില്ല, പക്ഷേ കുട്ടികൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ അത് നിങ്ങൾ മെയ്ഡ് ഫോർ കിഡ്സിൽ കൊടുക്കുക. അതല്ല, കുട്ടികൾ മാത്രം കണ്ടാൽ പോരാ, മുതിർന്നവർക്കും കാണാം, അതല്ലെങ്കിൽ മുതിർന്നവർക്ക് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ള വീഡിയോ ആണെങ്കിൽ അത് നിങ്ങൾ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സിൽ കൊടുക്കുക. ഇവിടെ നിങ്ങൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം യൂട്യൂബ് ഒന്നും ചെയ്യത്തില്ല. ആദ്യം നിങ്ങൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് അത് മെയ്ഡ് ഫോർ കിഡ്സ് ആക്കി കൊടുക്കും. പിന്നീട് നിങ്ങൾ വീണ്ടും റിപ്പീറ്റഡ്ലി ഈ ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് നല്ല പണി തരും. അതുപോലെ ചിലരുടെ ചാനലിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരിവിടെ ഓരോ ഓപ്ഷനും സെലക്ട് ചെയ്യത്തില്ല, ഒന്നും ചെയ്യാതെ തന്നെ അവർ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്താലും പിന്നീട് മുന്നോട്ട് പോകുന്ന സമയത്ത് യൂട്യൂബ് നിങ്ങൾക്ക് പണി തന്നെന്ന് വരാം. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ സെറ്റിംഗ്സ് നിങ്ങൾ മറക്കാതെ കറക്റ്റായി തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് സെറ്റിംഗ് എന്ന് പറയുന്നത് അൾട്ടേർഡ് കണ്ടന്റ് ആണ്. ഈ അൾട്ടേർഡ് കണ്ടന്റ് ഒരുപാട് ആളുകൾക്കുള്ള ഒരു ഡൗട്ടാണ്, അത് യെസ് കൊടുക്കണോ അതോ നോ കൊടുക്കണോ എന്നുള്ളത്. നിങ്ങൾ നോർമലി ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും, അത് നിങ്ങൾ ബ്യൂട്ടി ഫിൽറ്റർ യൂസ് ചെയ്താലും ശരി, എന്ത് എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്താലും ശരി, അതൊക്കെ അൾട്ടേർഡ് കണ്ടന്റ് നോ ആണ്. അത് അൾട്ടേർഡ് കണ്ടന്റേ അല്ല. ഇത് മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴിയുണ്ട്. അതായത് നിങ്ങൾ AI യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്ന വീഡിയോസ്, ഇവിടെയും AI യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഒന്നും അൾട്ടേർഡ് കണ്ടന്റ് അല്ല. AI യൂസ് ചെയ്ത് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. നിങ്ങൾ AI-യിലൂടെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടുന്ന ക്ലിപ്സ് ജനറേറ്റ് ചെയ്യുകയോ, AI-യിലൂടെ വോയിസ് ഓവർ കൊടുക്കുകയോ, AI യൂസ് ചെയ്ത് നിങ്ങൾ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും അൾട്ടേർഡ് കണ്ടന്റ് അല്ല. ഇതൊക്കെ നിങ്ങൾക്ക് അൾട്ടേർഡ് കണ്ടന്റ് നോ കൊടുക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾ ഒരു സ്ഥലത്ത് സംഭവിക്കാത്ത കാര്യങ്ങൾ, ഒരാൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള രീതിയിൽ നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അൾട്ടേർഡ് കണ്ടന്റിൽ വരും. ഫോർ എക്സാമ്പിൾ ആയിട്ട് മമ്മൂട്ടിയോ മോഹൻലാലോ പറയാത്ത കാര്യങ്ങൾ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ സെലിബ്രിറ്റീസ് ആണ്. അപ്പോൾ ഇവർ പറയാത്ത ഒരു കാര്യം അവർ പറഞ്ഞു എന്നുള്ള രീതിയിൽ നിങ്ങൾ AI യൂസ് ചെയ്ത് അങ്ങനെ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അൾട്ടേർഡ് കണ്ടന്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് അൾട്ടേർഡ് കണ്ടന്റ് യെസ് എന്ന് തന്നെ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നടക്കാത്ത ഒരു കാര്യം നടന്നെന്നോ, ഒരു സ്ഥലത്ത് സംഭവിക്കാത്ത ഒരു കാര്യം അവിടെ സംഭവിച്ചെന്നോ, അതല്ലെങ്കിൽ ഒരാൾ പറയാത്ത ഒരു കാര്യം പറഞ്ഞുവെന്നോ, സ്പെഷ്യലി നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ ആണെങ്കിൽ അവർ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള രീതിയിൽ AI യൂസ് ചെയ്ത് നമ്മൾ വീഡിയോ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എല്ലാ വീഡിയോസും അൾട്ടേർഡ് കണ്ടന്റ് ആണ്. ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മൾ അൾട്ടേർഡ് കണ്ടന്റ് യെസ് തന്നെ കൊടുക്കണം. ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരെ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. കാരണം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അൾട്ടേർഡ് കണ്ടന്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷേ ഇനി മുതൽ നിങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോൾ ഈ അൾട്ടേർഡ് കണ്ടന്റ്, ഇവിടെ നിങ്ങളുടെ വീഡിയോയിൽ അൾട്ടേർഡ് കണ്ടന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ യെസ് തന്നെ കൊടുക്കുക. അതല്ല, നിങ്ങൾ നോർമലായി ചെയ്യുന്ന എല്ലാ വീഡിയോസും അത് അൾട്ടേർഡ് കണ്ടന്റ് അല്ല, അവിടെ നിങ്ങൾക്ക് അൾട്ടേർഡ് കണ്ടന്റ് നോ തന്നെ കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത സെറ്റിംഗ് എന്ന് പറയുന്നത് അലോ റീമിക്സിങ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷൻസ് ആണ് വരുന്നത്. അതിൽ ഒന്നാമത്തേത് അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിങ്. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ വീഡിയോയും ഓഡിയോയും റീമിക്സ് ചെയ്ത് അതിൽ നിന്ന് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തേത് അലോ ഓൺലി ഓഡിയോ റീമിക്സിങ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ കാണുന്ന ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ ഓഡിയോ മാത്രം റീമിക്സ് ചെയ്ത് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തേത് ഡോണ്ട് അലോ റീമിക്സിങ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും നിങ്ങളുടെ വീഡിയോയും ഓഡിയോയും റീമിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നിങ്ങളിവിടെ അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിങ് തന്നെ ടിക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ആരെങ്കിലും നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് റീമിക്സ് ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ. ഇതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു നഷ്ടവുമില്ല, നിങ്ങൾക്ക് ഇവിടെ ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ. കാരണം അവർ ഇതിനെ റീമിക്സ് ചെയ്ത ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ കാണുന്ന ഓഡിയൻസിന് അവിടെ ആ വീഡിയോയുടെ താഴെയായിട്ട് ഇത് എവിടെ നിന്നാണ് റീമിക്സ് ചെയ്തിരിക്കുന്നത്, ഇതിപ്പോൾ നിങ്ങളുടെ ഏത് വീഡിയോ ആണോ ആ വീഡിയോയുടെ ലിങ്കും ഇതിൻ്റെ താഴെയായിട്ട് കാണിക്കും. അപ്പോൾ ഓഡിയൻസിന് വേണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോയും കാണാവുന്നതാണ്. അപ്പം നിങ്ങളുടെ വ്യൂസ് റീച്ച് കൂടി കിട്ടുകയുള്ളൂ. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരെ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോയും കാണുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ ചിലർ വിചാരിക്കും, ഓ അങ്ങനെ ആരും എൻ്റെ വീഡിയോ റീമിക്സ് ചെയ്ത് വ്യൂസ് കൂട്ടണ്ട.
ഇങ്ങനെ കരുതുന്ന ചില ആളുകളും ഉണ്ട്. അതൊന്നും ഒരു പ്രശ്നമേ അല്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ അത് അങ്ങനെ വേണമെങ്കിലും നിങ്ങളിവിടെ കറക്റ്റായ സെറ്റിങ്സ് കൊടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡോണ്ട് അലോ റീമിക്സിങ് ആ സെറ്റിങ്സ് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മറക്കാതെ എന്ത് സെറ്റിങ്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് കറക്റ്റായി തന്നെ നിങ്ങൾ കൊടുക്കുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു സെറ്റിങ്സ് കൂടിയുണ്ട്, അതാണ് പെയ്ഡ് പ്രൊമോഷൻ. ഇവിടെയും 2 ഓപ്ഷൻസ് ആണുള്ളത്, യെസ് അല്ലെങ്കിൽ നോ. ഇവിടെ നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് നിങ്ങളുടെ വീഡിയോയിലൂടെ അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവരുടെ പ്രോഡക്റ്റിനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പെയ്ഡ് പ്രൊമോഷൻ യെസ് എന്ന് കൊടുക്കണം. അങ്ങനെ ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ പെയ്ഡ് പ്രൊമോഷൻ നിങ്ങൾ നോ എന്ന് കൊടുക്കുക. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക, നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിലൂടെ മറ്റൊരാളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു കുറച്ച് സെക്കൻഡ് മാത്രമേ പറയുന്നുള്ളെങ്കിൽ പോലും അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് കുറച്ച് സെക്കൻഡ്, 2-3 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് മാത്രമേ പറയുന്നുള്ളൂ എങ്കിൽ പോലും പെയ്ഡ് പ്രൊമോഷൻ നിങ്ങളിവിടെ യെസ് തന്നെ കൊടുക്കണം. മറ്റൊരു കാര്യം കൂടി എനിക്കിവിടെ പറയാനുണ്ട്. പലരും എന്നോട് ചോദിച്ച ഒരു കാര്യമാണ്, അതായത് നമ്മൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പ്രോഡക്ട്സിനെ ടാഗ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അത് യൂട്യൂബിൻ്റെ ഒരു ഫീച്ചർ ആണല്ലോ, അങ്ങനെ നമ്മൾ പ്രോഡക്ട്സ് ടാഗ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ പെയ്ഡ് പ്രൊമോഷൻ യെസ് എന്ന് കൊടുക്കണോ? ഇങ്ങനെ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പ്രോഡക്ട്സ് ടാഗ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെയ്ഡ് പ്രൊമോഷൻ യെസ് എന്ന് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം പ്രോഡക്ട്സ് ടാഗ് ചെയ്ത് കൊടുക്കുന്നത് മറ്റൊരു കാര്യമാണ്, അത് യൂട്യൂബിൻ്റെ ഫീച്ചറാണ്. അതും ഇതുമായി യാതൊരു ബന്ധവുമില്ല. നമ്മൾ നമ്മുടെ വീഡിയോയിൽ മറ്റൊരാളുടെ നിന്ന് പൈസ നമ്മൾ പേഴ്സണലി മേടിച്ച് അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മുടെ വീഡിയോയിലൂടെ പറയുകയാണെങ്കിൽ മാത്രം നമ്മൾ പെയ്ഡ് പ്രൊമോഷൻ യെസ് എന്ന് കൊടുത്താൽ മതി. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ 4 സെറ്റിങ്സും നിങ്ങൾ കറക്റ്റായി തന്നെ കൊടുക്കുക. ഇതൊരിക്കലും നിങ്ങൾ തെറ്റിക്കരുത്. ഇത് തെറ്റിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് ചിലപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകുക പണി തന്നെന്ന് വരാം. അതുപോലെ തന്നെ ഈ സെറ്റിങ്സ് കറക്റ്റായി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നിങ്ങളിപ്പോൾ അൾട്ടേർഡ് കണ്ടന്റ് യെസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ഓഡിയൻസിനെ യൂട്യൂബ് അവിടെ കാണിക്കും ഇത് അൾട്ടേർഡ് കണ്ടന്റ് ആണെന്നുള്ളത്. അപ്പോൾ ഓഡിയൻസിന് മനസ്സിലാവും ഇത് AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും നടന്നിട്ടുണ്ടാവില്ല, ഇത് നിങ്ങൾ എഡിറ്റ് ചെയ്താണ്, AI യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്തതാണെന്നുള്ള കാര്യം ഈ ഓഡിയൻസിന് മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങൾ പെയ്ഡ് പ്രൊമോഷൻ യെസ് കൊടുത്തു കഴിഞ്ഞാലും യൂട്യൂബ് അവിടെ ഓഡിയൻസിനെ കാണിക്കും. അപ്പോൾ ഓഡിയൻസിന് മനസ്സിലാവും നിങ്ങൾ മറ്റൊരാളുടെ പ്രോഡക്റ്റിനെ നിങ്ങളുടെ വീഡിയോയുടെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് പൈസ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യവും ഇവിടെ ഓഡിയൻസിന് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ ഇനി മുതൽ ഈ 4 സെറ്റിങ്സും ഒരിക്കലും തെറ്റിക്കരുത്. ഇത് കറക്റ്റായി തന്നെ കൊടുക്കുക. അല്ലാതെ തെറ്റിച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ യൂട്യൂബ് നിങ്ങൾക്ക് ചിലപ്പോൾ പണി തന്നെന്ന് വരാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.